കാപ്പ ലിസ്റ്റിൽ കയറുമെന്ന് അറിഞ്ഞാൽ ഏതൊരു ക്രിമിനലും ഒന്ന് പേടിക്കും. കാരണം പിന്നീട് ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനൊരവസ്ഥ വന്നാൽ അയാള് സെറ്റിൽമെന്റിന് സമ്മതിക്കുന്ന കാർത്തിക് പറഞ്ഞത്. ആലോചിച്ച് നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. പോലീസ് സാധാരണ ഇതുപോലുള്ള ക്രിമിനലുകളെ ഒതുക്കാൻ ഉപയോഗിക്കുന്ന രീതിയായിരിക്കും ഇത്. പക്ഷേ കേട്ടെടുത്തോളം ഈ ചെങ്കൽ മധു അങ്ങനെ ഒരു ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുന്ന ആളാന്ന് എനിക്ക് തോന്നുന്നില്ല. ചെങ്കൽ മധു ജീവിച്ചതുപോലും അയാളുടെ സഹോദരിക്ക് വേണ്ടിയാ. ആ പെൺകുട്ടിയാ ഇപ്പൊ അനൂപേണ്ട വണ്ടി ഇടിച്ച് കൊല്ലപ്പെട്ടത്. അതും എന്നെപ്പോലെ ഗർഭിണിയായ അവസ്ഥയിൽ. ജയിലിൽ കിടക്കുന്നല്ല, തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും അയാൾ പേടിക്കുമെന്ന് എനിക്ക് തോന്നില്ല സച്ചേട്ടാ. പക്ഷേ കാർത്തിക് പറഞ്ഞ സ്ട്രാറ്റജിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പോലീസിന്റെ സഹായമില്ലാതെ നമുക്ക് മധുവിനോട് സംസാരിക്കാൻ പോലും സാധിക്കില്ല. വേണ്ട സച്ചേട്ടാ, കേസ് കൊടുത്താ അയാൾക്ക് നമ്മളോടുള്ള പക കൂടുകയുള്ളൂ. എനിക്കിന്ന് അങ്ങനല്ല തോന്നുന്നത്. കേസ് കൊടുത്താ അയാളുമായി സംസാരിക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടും. കാർത്തിക് പറഞ്ഞ അനുസരിച്ച് ആ കമ്മീഷണർ അയാൾ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അനൂപേട്ടനെ ഉപദ്രവിക്കില്ലെന്ന് അയാൾ ഉറപ്പ് തന്നാൽ നമുക്ക് കേസ് പിൻവലിക്കാം. ഇതൊക്കെ നടക്കുമോ സച്ചേട്ടാ? നടക്കും. കാർത്തിക് ഇപ്പോ കമ്മീഷണറോട് കാര്യം വിളിച്ച് പറഞ്ഞു കാണും. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? ഒന്നുകൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ പോരെ? പോലീസിന് അയാളെ ഒതുക്കാൻ പല കാരണങ്ങളും ഉണ്ടാവും. പക്ഷെ അതിന് നമ്മളൊരു ആയുധമായി നിന്നു കൊടുക്കരുത്. കാർത്തിക് നമ്മളോട് അങ്ങനെ ചെയ്യോ? നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ലേ അയാൾ കമ്മീഷണറോട് വിളിച്ച് പറയാന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി കമ്മീഷണറെ കാണാം. നമ്മൾ പേടിച്ചു പോയി അവന്റെ കാല് പിടിക്കണോ, അതോ നിയമത്തിന്റെ സഹായത്തോടു കൂടി അവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണോ? രണ്ടിലേത് വേണോന്ന് നമ്മളിപ്പോ തീരുമാനിച്ചേ പറ്റൂ. കാർത്തിക് പറഞ്ഞനുസരിച്ച് കേസ് കൊടുത്താ അനൂപെണ്ണെ രക്ഷിക്കാൻ പറ്റുമെന്ന് സച്ചേട്ടന് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്, ഇത് നടക്കും. എത്ര വലിയ ഗുണ്ടകളായാലും അവരുടെ എല്ലാ ഉള്ളിൽ നിയമത്തിനെയും പോലീസിനെയും കുറച്ചെങ്കിലും പേടിയുണ്ടാവും. ജയിലിൽ കയറാൻ പേടിയില്ലെന്നൊക്കെ പല ഗുണ്ടകളും വെല്ലുവിളിക്കും. പക്ഷേ ഒരു ഗുണ്ടയും ജയിലിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ബലം ഇവിടുത്തെ നിയമത്തിനും പോലീസിനും കോടതിക്കും ഉണ്ട്. അല്ലെങ്കിൽ ഗുണ്ടകൾ ഈ നാട് ഭരിക്കില്ലായിരുന്നു. എടോ, നമ്മളിനി മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. നേരെ പോയി കമ്മീഷണറെ ചെന്ന് കണ്ട് കേസ് കൊടുക്കുന്നു. അദ്ദേഹം ചെങ്കൽ മധുവിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും. പോലീസിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അയാളോട് സംസാരിക്കാനുള്ള അവസരം കിട്ടും. ആ സമയത്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അനുവേട്ടൻ നിരപരാധിയാ. അതുമാത്രമല്ല, അയാളുടെ സഹോദരിയും അനുവേട്ടനും തമ്മിൽ ഒരു മുൻവൈരാഗ്യവും ഇല്ല. ഇപ്പോഴത്തെ ഈ ഇമോഷണൽ സിറ്റുവേഷൻ കഴിഞ്ഞാൽ അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സച്ചിന് ഇക്കാര്യം ഉറപ്പുണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കണ്ട. നമുക്ക് കമ്മീഷണറെ പോയി കാണാം. ഏത് കളിയായാലും ജയിക്കുമോ തോൽക്കുമോ എന്ന് അറിയാൻ വേണ്ടി കളത്തിലിറങ്ങി കളിക്ക് തന്നെ വേണം. അല്ലാതെ വേറെ വഴിയില്ല. എടോ, താൻ ധൈര്യമായിട്ടിരിക്കെ. ഇത് വിജയിക്കും. അനുവേട്ടനെ നമ്മൾ രക്ഷിക്കും.